question. Which of the following is considered a premalignant lesion of the oral cavity? ഇപ്പോൾ പ്രീമാലിഗ്നന്റ് ലീഷൻസ് നമ്മൾ നന്നായി ഡിസ്കസ് ചെയ്തിരുന്ന ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് അതിനകത്ത് പുതിയ ടെർമിനോളജീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. OPMD എന്ന് വെച്ചാൽ എന്താ? ഓറൽ പൊട്ടൻഷ്യലി മാലിഗ്നന്റ് ഡിസോർഡേഴ്സ്. അതിനകത്താണ് നമ്മുടെ പഴയ പ്രീമാലിഗ്നന്റ് ലീഷനും കണ്ടീഷനും ഒക്കെ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് അതും കഴിഞ്ഞിട്ട് റീസെന്റ് ആയിട്ടൊരു ടെർമിനോളജി വന്നിട്ടുണ്ട്. അതെന്താണ്? പൊട്ടൻഷ്യലി പ്രീമാലിഗ്നന്റ് ഓറൽ എപ്പിത്തീലിയൽ ലീഷൻസ്. അങ്ങനെ അന്ന് വെച്ചാലും OPMD ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതിനകത്ത് ഏതാണ് പ്രീമാലിഗ്നന്റ് ലീഷൻ? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ല്യൂക്കോപ്ലാക്കിയ, ഓപ്ഷൻ ബി മ്യൂക്കോസീൽ, ഓപ്ഷൻ സി ഫൈബ്രോമ ആൻഡ് ഓപ്ഷൻ ഡി രാനുല. ഇതിനകത്ത് ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇതിനകത്ത് എല്ലാ ഓപ്ഷൻസും നമ്മൾ ഫെമിലിയർ ആണ്. ല്യൂക്കോപ്ലാക്കിയ ആണ് പ്രീമാലിഗ്നന്റ് ലീഷൻ അല്ലേ? ആൻഡ് മ്യൂക്കോസീൽ എന്താണ്? അത് സലൈവറി ഗ്ലാൻഡിന്റെ സിസ്റ്റ് ആണ്. ഫൈബ്രോമ എന്താണ്? അത് നോൺ എപ്പിത്തീലിയൽ കണക്റ്റീവ് ടിഷ്യൂ ട്യൂമർ. രാനുല എന്താണ്? രാനുലയും സലൈവറി ഗ്ലാൻഡ് സിസ്റ്റ് ആണ് അല്ലേ? ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ല്യൂക്കോപ്ലാക്കിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഹിസ്റ്റോളജിക് ക്യാരക്ടറിസ്റ്റിക് ഓഫ് സ്ക്വാമസ് സെൽ കാർസിനോമ? അപ്പൊ ഇതിനകത്ത് ഹിസ്റ്റോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സ്ക്വാമസ് സെൽ കാർസിനോമ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓപ്ഷൻ എ ഇൻവേഷൻ ഓഫ് ദി ട്യൂമർ സെൽസ് ഇൻ ടു കണക്റ്റീവ് ടിഷ്യൂ. ശരിയാണല്ലോ. അപ്പോഴല്ലേ നമുക്കൊരു ലീഷൻ കാർസിനോമയായി എന്ന് പറയണമെങ്കിൽ എപ്പിത്തീലിയൽ സെൽസ് കണക്റ്റീവ് ടിഷ്യൂയിലേക്ക് ഇൻവേഡ് ചെയ്യണം, ബേസ്മെന്റ് മെംബ്രെയിനെ ബ്രേക്ക് ചെയ്ത്. അപ്പൊ ഇത് ശരിയാണല്ലേ? നെക്സ്റ്റ് ഓപ്ഷൻ പ്ലിയോമോർഫിക് എപ്പിത്തീലിയൽ സെൽസ് ആണ്. അതൊരു ഡിസ്പ്ലാസ്റ്റിക് ഫീച്ചർ ആണ്. ഡിസ്പ്ലാസ്റ്റിക് ഫീച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ലീഷനെ കാർസിനോമയായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ പ്ലിയോമോർഫിക് എപ്പിത്തീലിയൽ സെൽസും എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. കെരാറ്റിൻ ബേൾസ്, ഒബ്വിയസ്ലി കെരാറ്റിൻ ബേൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബറന്റ് ഫോം ഓഫ് കെരാറ്റിനൈസേഷൻ ആണ് അല്ലേ? സ്ക്വാമസ് സെൽ കാർസിനോമയിൽ കാണുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഫൈൻഡിങ് കൂടിയാണ് കെരാറ്റിൻ ബേൾസ്. സോ ദി ആൻസർ ഈസ് all of the above. Next question. Which of the following is a benign epithelial neoplasm commonly found in oral cavity? Benign epithelial neoplasm. Oral squamous cell papilloma, mucoepidermoid carcinoma. Mucoepidermoid carcinoma ഒരു ബിനൈൻ ലീഷൻ ആണോ? അല്ലാതെ കാർസിനോമ എന്നതിന്റെ പേരിൽ തന്നെ ഉണ്ടല്ലേ. കാർസിനോമ എന്ന് പറയുമ്പോഴേ ഇറ്റ്സ് എ മാലിഗ്നന്റ് ലീഷൻ. അമിലോബ്ലാസ്റ്റോമ എപ്പിത്തീലിയൽ നിയോപ്ലാസം ആണോ? അല്ല, അതൊരു ഒഡന്റോജനിക് ട്യൂമർ ആണല്ലേ. ദെൻ ബേസൽ സെൽ ഒഡന്റോജനിക് എപ്പിത്തീലിയൽ ട്യൂമർ ആണ്. ഓക്കെ. ബേസൽ സെൽ കാർസിനോമയും ബിനൈൻ ലീഷൻ അല്ല, അത് കാർസിനോമയാണ്. ഇറ്റ്സ് എ മാലിഗ്നന്റ് ലീഷൻ. സോ ദി ആൻസർ ഈസ് ഓറൽ സ്ക്വാമസ് പാപ്പിലോമ. Next question. Which of the following is true regarding erythroplakia? Erythroplakia എന്ന് വെച്ചാൽ എന്താണ്? റെഡ് ലീഷൻ ആണ് അല്ലെ? റെഡ് ലീഷൻ ഓഫ് ദി ഓറൽ ക്യാവിറ്റി. അതെങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്? ഇറ്റ്സ് എ ഡയഗ്നോസിസ് ഓഫ് എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ഡയഗ്നോസിസ് ആണ്. അതർ ഡിഫൈനബിൾ റെഡ് ലീഷൻസിന്റെ കാറ്റഗറിയിൽ വരാത്തതിനെയാണ് നമ്മൾ എറിത്രോപ്ലാക്കിയ എന്ന് പറയുന്നത്. നമുക്ക് വേറൊരു റെഡ് ലീഷനുമായിട്ടും ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന റെഡ് ലീഷനുമായിട്ടും എന്താണ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത റെഡ് പ്ലാക്കിനെയാണ് നമ്മൾ എറിത്രോപ്ലാക്കിയ എന്ന് പറയുന്നത്. ഇതിനകത്ത് എറിത്രോപ്ലാക്കിയെ സംബന്ധിച്ച് ട്രൂ ആയിട്ടുള്ളത് ഏത്? ഓപ്ഷൻ എ ഇറ്റ് അപ്പിയേഴ്സ് ആസ് എ വൈറ്റ് പാച്ച്. ഓപ്ഷൻ ബി ഇറ്റ് ഹാസ് ലോവർ റിസ്ക് ഓഫ് മാലിഗ്നന്റ് ട്രാൻസ്ഫോർമേഷൻ ദാൻ ലൂക്കോപ്ലാക്കിയ. അങ്ങനെയാണോ? മാലിഗ്നന്റ് പൊട്ടൻഷ്യൽ എറിത്രോപ്ലാക്കിയയ്ക്കാണ് കൂടുതൽ കമ്പയർഡ് ടു ലൂക്കോപ്ലാക്കിയ. ഇറ്റ് ഈസ് ഓഫൻ അസോസിയേറ്റഡ് വിത്ത് സിവിയർ എപ്പിത്തീലിയൽ ഡിസ്പ്ലാസിയ. കറക്റ്റ് ആണ് കേട്ടോ. Erythroplakia is often associated with severe dysplasia. It is commonly found on the dorsal surface of the tongue. അതല്ല, most common site buccal mucosa ആണല്ലേ. So the answer is it is often associated with severe epithelial dysplasia. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. What is the most common benign epithelial neoplasm found in the oral mucosa? Most common benign epithelial neoplasm found in the oral mucosa എന്താണ്? It is oral squamous cell papilloma. Most common non-epithelial neoplasm found in oral mucosa എന്താണ്? അത് ഫൈബ്രോമയാണ് കേട്ടോ. എപ്പിത്തീലിയൽ നിയോപ്ലാസം മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത് സ്ക്വാമസ് പാപ്പിലോമയും നോൺ എപ്പിത്തീലിയൽ നിയോപ്ലാസം അല്ലെ കണക്റ്റീവ് ടിഷ്യൂ നിയോപ്ലാസം ഫൗണ്ട് ഇൻ ഓറൽ ക്യാവിറ്റി മോസ്റ്റ് കോമൺലി ഏതാണ്? ഫൈബ്രോമ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ഇൻഹെറിറ്റൻസ് പാറ്റേൺ ഓഫ് കൗഡൻ സിൻഡ്രോം? കൗഡൻ സിൻഡ്രോമിന്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ഏതാണ്?
ഇറ്റ് ഈസ് ഓട്ടോസോമൽ ഡൊമിനൻറ്റ്. മോസ്റ്റ് ഓഫ് ദി കേസസിലും ഈ മോഡ് ഓഫ് ഇൻഹെറിറ്റൻസ് ഓട്ടോസോമൽ ഡൊമിനൻ്റ് ആയിരിക്കും. അപ്പോൾ അല്ലാത്ത ഡിസീസസ് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. കൗഡൻ സിൻഡ്രോമും ഓട്ടോസോമൽ ഡൊമിനൻറ്റ് പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് കാണിക്കുന്ന ഡിസീസാണ്. അല്ലെ, എന്താണ് ഈ കൗഡൻ സിൻഡ്രോം? ഓർക്കുന്നുണ്ടോ കൗഡൻ സിൻഡ്രോം? ഇറ്റ്സ് ഓട്ടോസോമൽ ഡൊമിനൻറ്റ് മോഡ് ഓഫ് ഇൻഹെറിറ്റൻസ് ഉള്ള ഒരു ഡിസീസാണ് അല്ലേ. എന്തൊക്കെയാണ് അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ്? മൾട്ടിപ്പിൾ പാപ്പിലോമ ലൈക്ക് അല്ലെങ്കിൽ പാപ്പിലോമാറ്റസ് ലീഷൻസ് ഉണ്ട്, ഫേഷ്യൽ ട്രൈക്കിലമോമാസ് ഉണ്ട്, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് ലീഷൻ, തൈറോയിഡ്, CNS, മസ്കുലോസ്കെലറ്റൽ അബ്നോർമാലിറ്റീസ് ഉണ്ട്. ആൻഡ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്താണ്? ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ക്യൂട്ടേനിയസ് മാർക്കർ ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ക്യൂട്ടേനിയസ് മാർക്കർ ആയിട്ടാണ് നമ്മൾ കൗഡൻ സിൻഡ്രോമിനെ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് വി ക്യാൻ സി മൾട്ടിപ്പിൾ പാപ്പിലോമാറ്റസ് ലീഷൻസ് ഓറൽ ക്യാവിറ്റിയിലും വേരിയസ് സൈറ്റ്സിലും കാണാൻ പറ്റും. ഓക്കെ, അപ്പം അതിൻ്റെ മോഡ് ഓഫ് ഇൻഹെറിറ്റൻസ് ഓട്ടോസോമൽ ഡൊമിനൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹിസ്റ്റോളജിക്കലി കെരാറ്റോ എക്കാന്തോമ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. ഈ കെരാറ്റോ എക്കാന്തോമ എന്താണ്? അതിനെയാണ് നമ്മൾ സെൽഫ് ഹീലിംഗ് കാർസിനോമ എന്ന് പറയുന്നത് അല്ലേ. സെൽഫ് ഹീലിംഗ് കാർസിനോമയുടെ വേറെ പേരാണ് കെരാറ്റോ എക്കാന്തോമ. അതിൻ്റെ ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ് നമ്മൾ പറയുന്നത് എന്താണ്? പാപ്പിലറി ഡെർമിസിൽ തന്നെ അതിൻ്റെ ഇൻവേഷൻ ലിമിറ്റ് ചെയ്തേക്കും. ഒരു സ്യൂഡോ ഇൻവേഷൻ ആണ് അല്ലേ കാണുന്നത്. അതുമല്ല, അത് ഹീൽ ചെയ്യും കുറച്ച് നാൾ. അതൊരു സെൽഫ് ഹീലിംഗ് ആയിട്ടുള്ള ഒരു ലീഷനാണ്. അത് 2 to 4 വീക്സിൽ അത് ഡെവലപ്പ് ആവും. അടുത്ത 2 to 4 വീക്സിൽ അത് പെർസിസ്റ്റ് ആവും. അടുത്ത 2 to 4 വീക്സിൽ അത് ഹീൽ ആവും. നമ്മളത് പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഐലൻഡ്സ് ഓഫ് എറ്റിപ്പിക്കൽ സ്ക്വാമസ് സെൽസ് വിത്ത് കെരാറ്റിൻ പോഴ്സ്, central crater filled with keratin and buttress-like epithelial lips, clear cell nest in connective tissue, spindle-shaped cells with storiform pattern. Answer എന്താണ്? It is central crater filled with keratin and buttress-like epithelial lips. അല്ലേ, അത് ഒരു ക്രേറ്ററിഫോം അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, അംബ്ലിക്കേറ്റഡ് ലീഷൻ എന്ന് പറയും. ഒരു ക്രേറ്ററിൽ സെൻട്രൽ പോർഷൻ ഫിൽഡ് വിത്ത് കെരാറ്റിൻ. അതാണ് കെരാറ്റോ എക്കാന്തോമയുടെ ഹിസ്റ്റോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക് പ്രസന്റേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോമൺ സൈറ്റ് ഓഫ് കെരാറ്റോ എക്കാന്തോമ ഇൻ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ റീജിയൻ. മോസ്റ്റ് കോമൺ സൈറ്റ് ഫോർ കെരാറ്റോ എക്കാന്തോമ എന്താണ്? ലോവർ ലിപ്പ് ആൻഡ് സ്കിൻ ഓഫ് ദി ഫേസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് സ്റ്റെയിൻ ഈസ് ടിപ്പിക്കലി യൂസ് ടു കൺഫേം കെരാറ്റോ എക്കാന്തോമ ഡയഗ്നോസിസ്? ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പം നമ്മൾ വിചാരിക്കും നമുക്ക് അറിയാത്തതാണെന്ന്. അങ്ങനെ ഒരു സ്റ്റെയിൻ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും നമ്മൾ എക്സാം പേപ്പറിൽ കാണാറുണ്ട്. അപ്പോൾ ആക്ച്വലി ഇങ്ങനെ ഒരു സ്റ്റെയിൻ ഇല്ല. അപ്പോൾ പക്ഷേ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഇങ്ങനെയെങ്ങാനും ഒരു സ്റ്റെയിൻ ഉണ്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റെയിൻ ഇല്ലെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. കെരാറ്റോ എക്കാന്തോമ എന്ന് പറഞ്ഞാൽ പ്യുവർലി ഒരു നമ്മുടെ ഹിസ്റ്റോളജിക്കൽ പാറ്റേൺ തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതിന് സ്പെഷ്യൽ സ്റ്റെയിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്പെഷ്യലി സ്റ്റെയിൻ ചെയ്യുന്ന ബോഡീസ് ഒന്നും അതിനകത്ത് കാണുന്നില്ല. അപ്പോൾ പാസ് ഒന്നുമല്ല. പാസ് എന്തിന് സ്റ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ സ്റ്റെയിൻ ആണ്. അത് നമ്മൾ കാർബോഹൈഡ്രേറ്റിനെയാണ് മെയിനായിട്ടും പാസ് സ്റ്റെയിൻ ചെയ്യിക്കുന്നത്. അല്ലെങ്കിൽ ഗ്ലൈക്കോജനെയും കാർബോഹൈഡ്രേറ്റിനും ഒക്കെ സ്റ്റെയിൻ ചെയ്യിക്കുന്ന സ്പെഷ്യൽ സ്റ്റെയിൻ ആണ് പാസ്. ടൊളുഡിൻ ബ്ലൂ എന്താണ്? നമ്മുടെ എപ്പിത്തീലിയൽ ഡിസ്പ്ലാസിയ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ആണ് അല്ലേ. ആൻഡ് കോങ്കോറിഡ് എന്തിൻ്റെ സ്പെഷ്യൽ സ്റ്റെയിൻ ആണ്? അത് അമൈലോയിഡിന്റെ സ്പെഷ്യൽ സ്റ്റെയിൻ ആണ് കോങ്കോറിഡ്. അപ്പൊ ആൻസർ എന്താണ്? നോ സ്പെഷ്യൽ സ്റ്റെയിൻ റിക്വയർഡ്. ഒരു സ്പെഷ്യൽ സ്റ്റെയിൻ്റെ ആവശ്യമില്ല നമ്മുടെ കെരാറ്റോ എക്കാന്തോമ ഡയഗ്നോസ് ചെയ്യാൻ. അത് ഡയഗ്നോസ് ഒരു സ്പെഷ്യൽ സ്റ്റെയിനും ഇല്ലാതെ നമുക്ക് റുട്ടീൻ HNT സ്റ്റെയിനിൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് കെരാറ്റോ എക്കാന്തോമ. സോ നോ സ്പെഷ്യൽ സ്റ്റെയിൻ റിക്വയർഡ്. ഡയഗ്നോസിസ് ഇസ് ഹിസ്റ്റോളജിക്കൽ. Next question. Which of the following has the highest malignant transformation rate among OPMDs? അപ്പോൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഓരോ OPMDസിൻ്റെയും മാലിഗ്നന്റ് ട്രാൻസ്ഫോർമേഷൻ റേറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഓരോന്നിൻ്റെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഏറ്റവും കൂടുതൽ മാലിഗ്നന്റ് ട്രാൻസ്ഫോർമേഷൻ ഉള്ള OPMD ഏതാണ്? ഹയസ്റ്റ് മാലിഗ്നന്റ് ട്രാൻസ്ഫോർമേഷൻ പൊട്ടൻഷ്യൽ ഉള്ള IT is PVL കേട്ടോ. ഇതിനകത്ത് ഏതാണ്? ഓറൽ ലൈക്കൻ പ്ലാനസ്, ലൂക്കോപ്ലാക്കിയ, എറിത്രോപ്ലാക്കിയ, സ്മോക്ക്ലെസ് ട്യൂബാക്കോ കെരാറ്റോസിസ്. ഇതിനകത്ത് എറിത്രോപ്ലാക്കിയാണ്. PVL കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാലിഗ്നന്റ് പൊട്ടൻഷ്യൽ ഉള്ളത് എറിത്രോപ്ലാക്കിയക്കാണ് കേട്ടോ. ലൂക്കോപ്ലാക്കിയക്ക് കമ്പാരിറ്റീവ്ലി ലോ റേറ്റ് ഓഫ് മാലിഗ്നന്റ് ട്രാൻസ്ഫോർമേഷൻ ആണ്, അപ്രോക്സിമേറ്റ്ലി 2%. ഒക്കെ. പക്ഷേ എറിത്രോപ്ലാക്കിയ ഹൈലി മാലിഗ്നന്റ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഓറൽ പ്രീ മാലിഗ്നന്റ് ഡിസീസ് ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ.
which feature is not seen in epithelial dysplasia? Epithelial dysplasia കാണാത്ത feature. Increased nuclear cytoplasmic ratio, invasion of basement membrane, nuclear hyperchromatism. Increased nuclear cytoplasmic ratio ഒരു dysplastic feature ആണ് അല്ലേ? Nuclear hyperchromatism also is a dysplastic feature. Invasion of basement membrane അല്ലെങ്കിൽ indistinct basement membrane അല്ലെങ്കിൽ invasion of basement membrane by squamous cells അതൊക്കെ എന്താണ്? ആക്ച്വലി ഇറ്റ് ഇസ് എ ഫീച്ചർ ഓഫ് കാർസിനോമ. അത് ഡിസ്പ്ലാസ്റ്റിക് ഫീച്ചർ അല്ല, അത് കാർസിനോമയുടെ ഫീച്ചറാണ് ഇൻവേഷൻ എന്ന് പറയുന്നത്. സോ ദി ആൻസർ ഈസ് ഇൻവേഷൻ ഓഫ് ദി ബേസ്മെന്റ് മെംബ്രെയിൻ. അപ്പോൾ നമ്മൾ ഡിസ്പ്ലാസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. എന്നാലും നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഡിസ്പ്ലാസ്റ്റിക് ഫീച്ചേഴ്സിനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്, സൈറ്റോളജിക്കൽ ചേഞ്ചസ് ആൻഡ് ആർക്കിടെക്ചറൽ ചേഞ്ചസ്. സൈറ്റോളജിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ സെല്ലുലാർ ലെവലിലുള്ള ചേഞ്ചസ് ആണ്, നമ്മൾ അതിനെ സെല്ലുലാർ എട്ടിപ്പിയ എന്ന് പറയും കേട്ടോ. അതിന് എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? ഇൻക്രീസ് ന്യൂക്ലിയർ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ. നോർമൽ ന്യൂക്ലിയർ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ 1:4 ആണ്. 1:4 to 1:2 ഒക്കെയാണ്. അത് ഒരു 1:1, അതായത് ന്യൂക്ലിയസ് വലിയ ന്യൂക്ലിയസ് ആവട്ടോ ആക്ച്വലി ബൈ ദി എക്സ്പെൻസ് ഓഫ് ന്യൂക്ലിയർ എൻലാർജ്മെന്റ് എന്നാണ് പറയുന്നത്. സെല്ലിന്റെ സൈസ് അല്ല കൂടുന്നത്, ന്യൂക്ലിയസിന്റെ വലുപ്പമാണ് കൂടുന്നത്. സോ ദി ന്യൂക്ലിയർ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ മേ ചേഞ്ചസ് ടു 1:1. Abnormal variation of nuclear size and abnormal variation of cell size. അതിന് നമ്മൾ അനൈസോന്യൂക്ലിയോസിസ് ആൻഡ് അനൈസോസൈറ്റോസിസ്. അബ്നോർമൽ വേരിയേഷൻ സെൽ സൈസും ഉണ്ടാവും, അബ്നോർമൽ വേരിയേഷൻ ഓഫ് ന്യൂക്ലിയർ സൈസും ഉണ്ടാവും, abnormal variation in nuclear shape and abnormal variation in cell shape. Cellular and nuclear pleomorphism എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. Atypical mitotic figures നമ്മൾ പഠിച്ചതാണ്. ഓരോ സ്റ്റേജ് ഓഫ് മൈറ്റോസിസിനും ഓരോരോ ടിപ്പിക്കൽ ആയിട്ടുള്ള മൈറ്റോട്ടിക് ഫിഗേഴ്സ് ഉണ്ട്. അതിൽ നിന്നും വേറെ എന്തെങ്കിലും ഷേപ്പിലുള്ള മൈറ്റോട്ടിക് ഫിഗേഴ്സ് കാണുവാണെങ്കിൽ നമ്മൾ അതിനെ എട്ടിപ്പിക്കൽ മൈറ്റോട്ടിക് ഫിഗേഴ്സ് എന്ന് പറയും. And increased number of size and shape of the nucleus. Nucleoli. Increased number and size of the nucleoli. നമ്മളുടെ സെല്ലിൽ കാണുന്ന മൾട്ടിപ്പിൾ ന്യൂക്ലിയോലൈ കാണാൻ തുടങ്ങും. ഓക്കെ. ആൻഡ് ഹൈപ്പർക്രോമേഷ്യ. ഹൈപ്പർക്രോമേഷ്യ എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? ഒരു സെല്ലിന്റെ ന്യൂക്ലിയസ് ബേസോഫിലിക്കും സെല്ലുലാർ സൈറ്റോപ്ലാസം യോസിനോഫിലിക്കും ആയിരിക്കും അല്ലേ? ബേസോഫിലിക് എന്ന് പറയുമ്പോൾ ഡാർക്ക് ബ്ലൂ കളറിൽ സ്റ്റെയിൻ ചെയ്യും, യോസിനോഫിലിക് എന്ന് പറയുമ്പോൾ പിങ്ക് കളറിൽ സ്റ്റെയിൻ ചെയ്യും. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഓക്കെ. അപ്പം നമ്മുടെ ഹൈപ്പർ ക്രൊമേഷ്യ എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? നമ്മളൊരു നോർമൽ ഒരു ടിഷ്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ലിംഫോസൈറ്റിനെ നമ്മൾ കാണുന്ന ഒരു കളർ ഉണ്ടല്ലേ, അത് കുറച്ച് ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആയിരിക്കും. ആ ലിംഫോസൈറ്റിനേക്കാളും കൂടുതൽ കളറുള്ള ന്യൂക്ലിയസ് ഉള്ള സെൽസിനെയാണ് നമ്മൾ ഹൈപ്പർ ക്രോമാറ്റിക് സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ. ആ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് ലിംഫോസൈറ്റ് ആണ്. ഓക്കെ. ഹൈപ്പർ ക്രോമേഷ്യ ഈസ് ഓൾസോ എ ഡിസ്പ്ലാസ്റ്റിക് ഫീച്ചർ. ഇനി ആർക്കിടെക്ചറൽ ചേഞ്ചസ് എന്തൊക്കെയാണ്? അതായത് നമ്മൾ ആർക്കിടെക്ചറൽ ലെവലിൽ ടിഷ്യൂ ലെവലിൽ നോക്കിയാൽ കാണുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? ഇറഗുലർ എപ്പിത്തീലിയൽ സ്ട്രാറ്റിഫിക്കേഷൻ, അതായത് ബേസൽ സെൽസ് ചിലപ്പോൾ നമ്മൾ അപ്പർ ലെയറിൽ കാണും, അല്ലെങ്കിൽ അപ്പർ ലെയറിലെ കെരാറ്റിനൈസിങ് സെൽസ് നമ്മൾ ലോവർ ലെയറിൽ കാണും. അതിനാണ് നമ്മൾ ഇറഗുലർ എപ്പിത്തീലിയൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ലോസ് ഓഫ് പൊളാരിറ്റി ഓഫ് ബേസൽ സെൽസ്. യൂഷ്വലി എപ്പിത്തീലിയത്തിന്റെ ബേസ്മെന്റ് മെംബ്രെയിന്റെ അടുത്താണ് ന്യൂക്ലിയസ്, അത് പൊസിഷൻ ചേഞ്ച് ചെയ്യുക, അതിനെയാണ് നമ്മൾ ലോസ് ഓഫ് പൊളാരിറ്റി എന്ന് പറയുന്നത്. ഡ്രോപ്പ് ഷേപ്പ് റീടൈപ്പേഴ്സ്, അതായത് നമ്മുടെ നോർമൽ ജിഞ്ചൈവയുടെ ഒക്കെ അല്ലെങ്കിൽ നോർമൽ മ്യൂക്കോസയ്ക്ക് ഒരു റീടൈപ്പേഴ്സിന് ഒരു ഷേപ്പ് ഒക്കെ ഉണ്ടല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജിഞ്ചൈവയുടെ ആണെങ്കിൽ ലോങ് സ്ലെൻഡർ ആയിരിക്കും. അതേപോലെ നമ്മുടെ ലോവർ ലിപ്പ് അല്ലെങ്കിൽ ലിംഗ്വൽ മ്യൂക്കോസയുടെ ഒക്കെ ആണെങ്കിൽ കുറച്ച് ബ്രോഡ് ആയിട്ടുള്ളതായിരിക്കും, വലിയ നീളമുള്ള റീടൈപ്പേഴ്സ് ആയിരിക്കില്ല. ഈ ഡ്രോപ്പ് ഷേപ്ഡ് റീടൈപ്പേഴ്സ് നമ്മൾ കാണുന്ന എവിടെയാണ്? അതൊരു ഡിസ്പ്ലാസ്റ്റിക് ഫീച്ചറാണ്. ആർക്കിടെക്ചറൽ ചേഞ്ചസ് സീൻ ഇൻ ഡിസ്പ്ലാസിയ. ആൻഡ് ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് മൈറ്റോട്ടിക് ഫിഗേഴ്സ് ആൻഡ് അബ്നോർമലി സൂപ്പർഫിഷ്യൽ മൈറ്റോട്ടിക് ഫിഗേഴ്സ്. നമ്മൾ പറഞ്ഞു നമ്മുടെ എപ്പിത്തീലിയത്തിന്റെ ബേസിൽ ലെയർ അല്ലെങ്കിൽ സ്ട്രാറ്റം ബേസയിൽ എന്ന് പറയുന്നത്, അല്ലെ സ്ട്രാറ്റം ജെർമിനേറ്റം എന്ന് നമ്മൾ പറയുന്ന ലെയറിൽ എപ്പോഴും മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നുണ്ട്. അവിടെ നമുക്ക് മൈറ്റോട്ടിക് ഫിഗേഴ്സ് കാണാം, അതൊരു നോർമൽ ഫീച്ചറാണ്. പക്ഷെ മൈറ്റോട്ടിക് ഫിഗേഴ്സ് അപ്പർ ലെയറിലേക്ക് കാണാൻ തുടങ്ങിയാൽ ഇറ്റ് ഇസ് എൻ അബ്നോർമൽ ഫീച്ചർ. അബ്നോർമലി സൂപ്പർഫിഷ്യൽ മൈറ്റോട്ടിക് ഫിഗർ അതൊരു ഡിസ്പ്ലാസ്റ്റിക് ഫീച്ചറാണ്. ആൻഡ് പ്രീമച്വർ കെരാറ്റിനൈസേഷൻ, അതും നമ്മൾ പറഞ്ഞു നമ്മുടെ ബേസൽ ലെയർ ടു സൂപ്പർഫിഷ്യൽ സെൽ ലെയറിലേക്ക് പോകും തോറും എപ്പിത്തീലിയത്തിൽ ഡിഫറൻസിയേഷൻ ആണ് നടക്കുന്നത്. ബേസൽ സെല്ല് കെരാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മെച്വർ ആവുന്നു, ഡെവലപ്പ് ആവുന്നു, അതിനെയാണ് നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ആൻഡ് പ്രീമച്വർ കെരാറ്റിനൈസേഷൻ അല്ലെങ്കിൽ ഡീസ് കെരാറ്റോസിസ് നമ്മൾ എവിടെ കാണും? ബേസൽ സെൽസിലെ കെരാറ്റിനൈസേഷൻ അല്ലെങ്കിൽ കെരാറ്റിൻ പേഴ്സ് ഒക്കെ കാണുവാണെങ്കിൽ ആക്ച്വലി ഇറ്റ് ഇസ് എ ഫോം ഓഫ്
aberrant keratinization അല്ലെങ്കിൽ premature keratinization, it is also a dysplastic feature. And loss of epithelial cell cohesion, അതെന്താണ്? എല്ലാ എപ്പിത്തീലിയൽ സെൽസിന്റെ ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചർ എന്താണ്? പ്രസൻസ് ഓഫ് ഇന്റർ സെല്ലുലാർ ബ്രിഡ്ജസ്. അവർ കൊഹസീവ് സെൽസ് ആണ് അല്ലേ? അവർ സെല്ലുകൾ തമ്മിൽ ഇന്റർ സെല്ലുലാർ ബ്രിഡ്ജ് വഴി അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ആ ലോസ് ഓഫ് കൊഹിഷൻ വരുമ്പോഴാണ് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോഴാണ് അവർ ബേസ്മെന്റ് മെംബ്രെയിൻ ബ്രേക്ക് ചെയ്ത് കണക്റ്റീവ് ടിഷ്യൂയിലേക്ക് വരുന്നത്. ആ ലോസ് ഓഫ് കൊഹിഷൻ ഈസ് ഓൾസോ എ ഡിസ്പ്ലാസ്റ്റിക് ഫീച്ചർ. ഓക്കെ. ഇനി അനാപ്ലാസ്റ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നോർമൽ സെല്ലിന്റെ ഒരു ബന്ധവും ഇല്ലാതെ, നമുക്കിപ്പോൾ ഒരു എപ്പിത്തീലിയൽ സെൽ എടുത്തു നോക്കുവാണെങ്കിൽ ഒരു നോർമൽ എപ്പിത്തീലിയൽ സെൽസ് ബേസൽ സെൽസ് ആണെങ്കിൽ ലോങ് ആയിരിക്കും, ഇലോങ്ങേറ്റഡ് ആയിരിക്കും, ബേസിലി പ്ലേസ്ഡ് ന്യൂക്ലിയസ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഈ സെൽസിന്റെ ഒരു ഫീച്ചേഴ്സ് ഇല്ലാതെ ആ ഒരു മാലിഗ്നന്റ് സെല്ല് ഇതിൽ നിന്ന് ഉണ്ടായ മാലിഗ്നന്റ് സെല്ല് മാറുവാണെങ്കിൽ നമ്മളതിനെ അനാപ്ലാസ്റ്റിക് സെൽസ് എന്ന് പറയുന്നത്. ലോസ് ഓഫ് ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ അനാപ്ലാസിയ എന്നാണ് പറയുന്നത്. ഓക്കെ. ഈ അനാപ്ലാസ്റ്റിക് സെൽസ് കാണുന്നതിനർത്ഥം എന്താണ്? നമ്മുടെ ലീഷൻ അല്ലെങ്കിൽ ക്യാൻസർ പുവർ പ്രോഗ്നോസിസ് ആയി അല്ലെങ്കിൽ പുവർലി ഡിഫറൻഷിയേറ്റഡ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി മോസ്റ്റ് റിലയബിൾ മെത്തേഡ് ടു ഡയഗ്നോസിസ് എപ്പിത്തീലിയൽ ഡിസ്പ്ലാസിയ? അപ്പൊ എപ്പിത്തീലിയൽ ഡിസ്പ്ലാസിയ ഇപ്പം എല്ലാവരും ഒന്ന് റിവൈസ്ഡ് ആയല്ലോ. എങ്ങനെയാണ് നമ്മൾ ഒരു എപ്പിത്തീലിയൽ ഡിസ്പ്ലാസിയനെ ഡയഗ്നോസ് ചെയ്യുന്നത്? ഓറൽ ബ്രഷ് ബയോപ്സി, ടൊളുഡിൻ ബ്ലൂ ടെസ്റ്റ്, ഹിസ്റ്റോപത്തോളജിക്കൽ എക്സാമിനേഷൻ ആൻഡ് വെൽസ്കോപ്പ് എക്സാമിനേഷൻ. ഇതൊക്കെ ഈ വെൽസ്കോപ്പ് എക്സാമിനേഷൻ, ടൊളുഡിൻ ബ്ലൂ ടെസ്റ്റ് ആൻഡ് ബ്രഷ് ബയോപ്സി ഒക്കെ ഈ നമുക്ക് ചെയർ സൈഡ് ചെയ്യാൻ പറ്റുന്ന പല പല ടെസ്റ്റുകളാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ദി ഡയഗ്നോസിസ് ഓഫ് epithelial dysplasia എന്താണ്? ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ദി ഡയഗ്നോസിസ് ഓഫ് epithelial dysplasia എപ്പോഴും ഹിസ്റ്റോപത്തോളജിക്കൽ എക്സാമിനേഷൻ ആണ്. സോ ദി ആൻസർ ഈസ് ഹിസ്റ്റോപത്തോളജിക്കൽ എക്സാമിനേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is a hallmark of severe dysplasia? Options: acanthosis. Option B, dysplasia limited to lower 1/3. Option C, dysplasia exceeding beyond the middle third of the towards surface. Option D, keratin pearl formation in the basal layer. അപ്പൊ നമുക്ക് ഡിസ്പ്ലാസിയക്ക് ഗ്രേഡിംഗ് ഉണ്ട് അല്ലെ? എപ്പിത്തീലിയൽ ഡിസ്പ്ലാസിയ നമുക്ക് ഗ്രേഡ് ചെയ്യാൻ പറ്റും. എപ്പിത്തീലിയത്തിന്റെ ലോവർ 1/3 മാത്രമാണ് ഡിസ്പ്ലാസ്റ്റിക് ഫീച്ചർ ഉള്ളെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? മൈൽഡ് ഡിസ്പ്ലാസിയ എന്ന് പറയും. മിഡിൽ 1/3 വരെ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ, ലോവർ ടു മിഡിൽ 1/3 വരെ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനെ മോഡറേറ്റ് ഡിസ്പ്ലാസിയ എന്ന് പറയും. ഇനി ഫുൾ തിക്നെസ്, അതായത് എബോവ് ദ മിഡിൽ 1/3 കഴിഞ്ഞിട്ടും ഡിസ്പ്ലാസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനെ സിവിയർ ഡിസ്പ്ലാസിയ എന്ന് പറയുന്നത്. ഫുൾ തിക്നെസ്സിൽ ഡിസ്പ്ലാസിയ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കാർസിനോമ ഇൻസിറ്റു എന്ന് പറയും. ഇപ്പൊ ആ ടൈം യൂസ് ചെയ്യുന്നില്ല. സിവിയർ ഡിസ്പ്ലാസിയ തന്നെയാണ് കാർസിനോമ ഇൻസിറ്റു ആയിട്ട് നമ്മൾ പറയുന്നത്. സോ ദി ഹോൾമാർക്ക് ഓഫ് സിവിയർ ഡിസ്പ്ലാസിയ എന്ന് പറയുന്നത് ഡിസ്പ്ലാസിയ എക്സ്റ്റെൻഡിങ് ബിയോണ്ട് ദി മിഡിൽ തേർഡ് ടുവേർഡ് സർഫസ് ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, what is the approximate malignant transformation rate of PVL? അപ്പൊ നമ്മൾ PVL എന്ന് പറഞ്ഞാൽ PVL എന്താന്ന് പലരും എക്സാം കഴിഞ്ഞിട്ട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. PVL ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ക്ലാസ് എല്ലാവരും ഒന്ന് അത് അറിയാത്ത കുട്ടികളൊന്ന് ആ ക്ലാസ് പോയി ഒന്ന് കേൾക്കുക കേട്ടോ. PVL എന്ന് വെച്ചാൽ പ്രോളിഫറേറ്റീവ് വെറുക്കസ് ലൂക്കോപ്ലാക്കിയ, മൾട്ടിപ്പിൾ ലൂക്കോപ്ലാറ്റിക് പ്രോളിഫറേറ്റീവ് ലൂക്കോപ്ലാറ്റിക് ലീഷൻസ് ഒരാളുടെ തന്നെ വായിൽ കാണുന്നതിനെയാണ് നമ്മൾ PVL എന്ന് പറയുന്നത്. PVL ഇസ് എ ഹൈലി മാലിഗ്നന്റ് പൊട്ടൻഷ്യൽ ഉള്ള പ്രീ മാലിഗ്നന്റ് ലീഷൻ ആണ്. ആൻഡ് അതിന്റെ മാലിഗ്നന്റ് ട്രാൻസ്ഫോർമേഷൻ റേറ്റ് ഗ്രേറ്റർ ദാൻ 70% ആണ് കേട്ടോ. ഹൈലി മാലിഗ്നന്റ് പൊട്ടൻഷ്യൽ ഉള്ള ലീഷനാണ് PVL. ഓക്കെ. ഏറ്റവും മാലിഗ്നന്റ് പൊട്ടൻഷ്യൽ ഉള്ള OPMD ആണ് PVL. Next question, which virus is thought to be associated with PVL in some cases? PVL associate ചെയ്തിരിക്കുന്ന വൈറസ് ഏതൊക്കെയാണ്? എപ്സ്റ്റീൻ ബാർ വൈറസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, സൈറ്റോമെഗലോവൈറസ്, വാരിസെല്ല സൂസ്റ്റർ വൈറസ്. ആൻസർ ഈസ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത് ഒരു ലാർജ് ഫാമിലി ഓഫ് വൈറസ് ആണ്. അതിനകത്ത് ഇഷ്ടം പോലെ വൈറസ് ഉണ്ട്. അതിനകത്ത് സ്ട്രെയിൻ 16 and 18 is considered as oncogenic വൈറസ് അല്ലെങ്കിൽ ഹൈ റിസ്ക് വൈറസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. കാർസിനോമയായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന സ്ട്രെയിൻ ഏതാണെന്ന് HPV 16 and 18 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, leukemia is best described as.
ലൂക്കെഡിമ ഒരു പ്രീ മാലിഗ്നന്റ് ലീഷൻ ആണോ? അല്ല. ലൂക്കെഡിമയ്ക്ക് പ്രീ മാലിഗ്നൻസ് പൊട്ടൻഷ്യൽ ഇല്ല. അത് മാലിഗ്നന്റ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ലീഷൻ അല്ല. അത് ആക്ച്വലി ഒരു നോർമൽ വേരിയേഷൻ ഓഫ് ഓറൽ മ്യൂക്കോസയാണ്. അത് യൂഷ്വലി സ്മോക്ക് ചെയ്യുന്നവരിൽ കൂടുതൽ കാണും. ഇനിഷ്യലി അത് ഒരു ഒപ്പാലസെന്റ് ലീഷനായിട്ടാണ് കാണുന്നത്. ഫർദർ സിവിയർ ഒക്കെ ആയി കഴിയുമ്പോൾ ക്രസ്റ്റഡ് ലീഷൻ അല്ലെങ്കിൽ ഫോൾഡിങ്സ് ഒക്കെ കാണാം. സോ ദ ലൂക്കെഡിമ ഇസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് options: a potentially malignant disorder, a reactive lesion requiring surgical removal, a developmental anomaly of odontogenic origin, a benign variation of normal mucosa. So the answer is a benign variation of the normal mucosa. അപ്പം potentially malignant disorder അല്ല ലൂക്കെഡിമ എന്നുള്ളത് നിങ്ങൾ തറവായിരിക്കുക. And it is most commonly seen in black compared to whites. Okay. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് ലൂക്കെഡിമ ഇൻ ദി ഓറൽ ക്യാവിറ്റി. അതേതാണ്? ബക്കൽ മ്യൂക്കോസ അല്ലേ? ബക്കൽ മ്യൂക്കോസയിലാണ് യൂഷ്വലി ലൂക്കെഡിമ കാണാറ്. അടുത്ത ക്വസ്റ്റ്യൻ, ലൂക്കെഡിമ ഈസ് മോർ പ്രൊനൗൺസ്ഡ് ഇൻ ചിൽഡ്രൻ അണ്ടർ 5, പീപ്പിൾ ഹു സ്മോക്ക്, ഡയബറ്റിക്സ് ആൻഡ് ആൽക്കഹോളിക്സ്. ഇറ്റ് ഈസ് യൂഷ്വലി മോർ പ്രൊനൗൺസ്ഡ് ഇൻ people who smoke. Okay. അടുത്ത ക്വസ്റ്റ്യൻ, ഹിസ്റ്റോളജിക്കലി സ്മോക്കേഴ്സ് പാലേറ്റ് ഷോസ് all except. Histologically, smokers' palates show all except. ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹൈപ്പർകെരാറ്റോസിസ്, എക്യാന്തോസിസ്, ഡിസ്പ്ലാസിയ ആൻഡ് ഇൻഫ്ലെയിംഡ് സലൈവറി ഡക്ട് ഓപ്പണിങ്സ്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? നമ്മൾ സ്മോക്കേഴ്സ് പാലറ്റിൽ എന്തൊക്കെ കാണും? ഹൈപ്പർകെരാറ്റോസിസ് കാണാൻ പറ്റും നമുക്ക് അല്ലെ? ഹൈപ്പർകെരാറ്റോസിസ് കാണാൻ പറ്റും, എക്കാന്തോസിസ് കാണാൻ പറ്റും, ഡിസ്പ്ലാസിയ കാണാൻ പറ്റുമോ? ഇൻഫ്ലെയിംഡ് സലൈവറി ഡക്ട് ഓപ്പണിങ്സ് ആണ് ശരിക്കും നമ്മൾ ആ റെഡ് പിൻ പോയിന്റ് റെഡ്നെസ് ആയിട്ട് കാണുന്നത് അല്ലെ? ആൻസർ എന്താണ്? ഡിസ്പ്ലാസിയ. ഡിസ്പ്ലാസിയ കാണാൻ പറ്റില്ല സ്മോക്കേഴ്സ് പാലറ്റില്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മേജർ ആൽക്കലോയിഡ് ഇൻ അരക്കനട്ട് റെസ്പോൺസിബിൾ ഫോർ ഫൈബ്രോബ്ലാസ്റ്റ് സ്റ്റിമുലേഷൻ ഈസ്. അപ്പം നമ്മൾക്കറിയാം OSMF അല്ലെങ്കിൽ ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് സോൾലി അരക്കനട്ട് യൂസേഴ്സിൽ കാണുന്ന, അതായത് അരക്കനട്ട് യൂസേഴ്സിൽ എക്സ്ക്ലൂസീവ്ലി കാണുന്ന ഒരു ഡിസോർഡർ ആണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഫൈബ്രോബ്ലാസ്റ്റ് സ്റ്റിമുലേഷൻ ആൻഡ് എക്സസീവ് ഫൈബ്രോസിസ് ഓഫ് ദി കണക്റ്റീവ് ടിഷ്യൂ ആണ് നടക്കുന്നത് അല്ലേ? അപ്പൊ അത് എങ്ങനെയാണ് നടക്കുന്നത്? ഈ അരക്കനട്ടിലുള്ള ആൽക്കലോയിഡ്സും ഫ്ലാവിനോയിഡ്സും ഉണ്ട്. ഈ ആൽക്കലോയിഡ്സിൽ തന്നെ അരക്കോളിനുണ്ട്, അരക്കേഡിനുണ്ട്. അപ്പൊ ഈ അരക്കോളിൻ ആണ് ഇതിന് ഈ ഫൈബ്രോബ്ലാസ്റ്റ് സ്റ്റിമുലേഷന് പല പല പാത്വേസിനെ ഓൾട്ടർ ചെയ്തിട്ട് മൾട്ടിപ്പിൾ പാത്വേസിനെ അത് ഓൾട്ടർ ചെയ്യും. അങ്ങനെ എക്സ്റ്റെൻസീവ് ഫൈബ്രോസിസ് ഉണ്ടാവാനുള്ള കാരണം. സോ ദി മേജർ ആൽക്കലോയിഡ് ഇൻ അരക്കനട്ട് റെസ്പോൺസിബിൾ ഫോർ ഫൈബ്രോബ്ലാസ്റ്റ് സ്റ്റിമുലേഷൻ ഈസ് നിക്കോട്ടിൻ. നിക്കോട്ടിൻ ആണോ? അല്ല, നിക്കോട്ടിൻ യൂഷ്വലി കാണുന്നത് ടുബാക്കോയിലാണ് അല്ലെ? അരക്കോളിൻ, ക്യാപ്സിയൻ, ടാനിൻ. ഇതിന്റെ ആൻസർ എന്താണ്? അരക്കോളിൻ. ടാനിൻസും അരക്കനട്ടിൽ കാണുന്ന തന്നെ കെമിക്കലാണ്. അത് ഒരു ഫ്ലാവിനോയിഡ്സ് ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി ഹോൾമാർക്ക് ഹിസ്റ്റോപത്തോളജിക്കൽ ഫീച്ചർ ഓഫ് ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ്? ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസിന്റെ ഹോൾമാർക്ക് ആയിട്ടുള്ള ഹിസ്റ്റോളജിക്കൽ ഫീച്ചർ എന്താണ്? ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസിന്റെ ഹോൾമാർക്ക് ആയിട്ടുള്ള ഹിസ്റ്റോപത്തോളജിക്കൽ ഫീച്ചർ എന്താണ്? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഗ്രാനുലോമാറ്റസ് ഇൻഫ്ലമേഷൻ, ഡെൻസ് കൊളാജൻ ഡിപ്പോസിറ്റ്സ് ആൻഡ് ഫൈബ്രോസിസ്, സ്യൂഡോ എപ്പിത്തീലിയോമാറ്റസ് ഹൈപ്പർപ്ലാസിയ, കാൻഡിഡൽ ഹൈഫേ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? OSMF ഒരിക്കലും ഒരു ഗ്രാനുലോമാറ്റസ് ഇൻഫ്ലമേഷൻ അല്ല അല്ലെ? അപ്പൊ അത് എലിമിനേറ്റ് ചെയ്യാം. സ്യൂഡോ എപ്പിത്തീലിയോമാറ്റസ് ഹൈപ്പർപ്ലാസിയ ഇല്ല. ഹൈപ്പർപ്ലാസിയ അല്ല, അട്രോഫിക് എപ്പിത്തീലിയം നമ്മൾ OSMFൽ കാണുന്നത് അല്ലെ? അഡ്വാൻസ് സ്റ്റേജിലേക്ക് വരുമ്പോൾ. കാൻഡിഡൽ ഹൈഫെ കാണാറില്ല. ഇനിയിപ്പോൾ സൂപ്പർ ഇമ്പോസ്ഡ് വിത്ത് ഒരു കാൻഡിഡൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ കാൻഡിഡൽ ഹൈഫ വരും. പക്ഷെ സാധാരണ കാണാറില്ല OSMFൽ. അതിന്റെ ആൻസർ എന്താ? ഡെൻസ് കൊളാജൻ ഡിപ്പോസിഷൻ ആൻഡ് ഫൈബ്രോസിസ്. ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്നാണല്ലോ എൻഡേറ്റയുടെ പേര് തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എൻസൈം ഇൻവോൾവ്ഡ് ഇൻ കൊളാജൻ ക്രോസ് ലിങ്കിങ് ഇൻ അപ്റെഗുലേറ്റഡ് ഇൻ OSMF? OSMFൽ കൊളാജൻ ക്രോസ് ലിങ്കിങ് അപ്റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ഹൈലുറോണിഡേസ്,
ഹൈലുറോണിഡേസ് ഏതാണ്? ഹൈലുറോണിഡേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊളാജനേസ് ആണ്. അതായത് നമ്മുടെ ഗ്രൗണ്ട് സബ്സ്റ്റൻസിനെ ഡിസ്ട്രക്ട് ചെയ്യുന്ന എൻസൈം ആണ് അല്ലേ? അതല്ല. കൊളാജിനേസ് വെച്ചാൽ എന്താ? കൊളാജിനെ ഡിസ്ട്രക്ട് ചെയ്യുന്ന അല്ലെ ഡിസോൾവ് ചെയ്യുന്ന എൻസൈം ആണ്. അതിന്റെ ഡിഫക്റ്റും കൂടിയാണ്, അല്ലെങ്കിൽ അതിന്റെ ഡൗൺ റെഗുലേഷനും കൂടിയാണ് നമ്മുടെ OSMF നടക്കുന്നത്. അവിടെ കൊളാജൻ ഡിഗ്രഡേഷൻ വേണ്ട വിധത്തിൽ നടക്കുന്നില്ല. പകരം മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കൂടുതൽ ക്രോസ് ലിങ്കിങ് ഉള്ള കൊളാജൻസ് ആണ് ഉണ്ടാകുന്നത്. ഈ ക്രോസ് ലിങ്കിങ് ഉണ്ടാക്കുന്ന കൊളാജനിൽ ക്രോസ് ലിങ്കിങ് ഉണ്ടാക്കുന്ന എൻസൈമിന്റെ പേരെന്താണ്? ലൈസൈൽ ഓക്സിഡേസ്. അത് ഓപ്ഷനിൽ ഇല്ല. ലൈസൈൽ ഓക്സിഡേസ് ആണ് അതിന്റെ ആൻസർ. ലൈസൈൽ ഓക്സിഡേസ് ആണ് നമ്മുടെ collagen cross-linking enzyme which is involved in which is upregulated in oral submucous fibrosis. Elastic ഫൈബേഴ്സിനെ ഡിഗ്രേഡ് ചെയ്യുന്ന എൻസൈമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The most common etiological factor for basal cell carcinoma. Basal cell carcinoma എപ്പോഴാണ് കാണുന്നത്? സൺ എക്സ്പോസ്ഡ് ഏരിയയിലാണ് അല്ലെ? അതുകൊണ്ട് തന്നെ ഓറൽ ക്യാവിറ്റിയിൽ കാണാറില്ല ബേസൽ സെൽ കാർസിനോമ. അപ്പൊ ബേസൽ സെൽ കാർസിനോമയുടെ മോസ്റ്റ് കോമൺ ഇറ്റിയോളജിക്കൽ ഫാക്ടർ എന്താണ്? ടുബാക്കോ യൂസ് ആണോ? അല്ല. അത് സ്ക്വാമസ് സെൽ കാർസിനോമയുടെ മോസ്റ്റ് കോമൺ ഇറ്റിയോളജിക്കൽ ഫാക്ടർ ആണ്. വൈറൽ ഇൻഫെക്ഷൻ ആണോ? അല്ല. കെമിക്കൽ എക്സ്പോഷർ ആണോ? അല്ല. ആൻസർ ഈസ് ക്രോണിക് അൾട്രാവയലറ്റ് റേഡിയേഷൻ എക്സ്പോഷർ. അടുത്ത ക്വസ്റ്റ്യൻ. Which genetic syndrome is associated with multiple basal cell carcinomas? സിസ്റ്ററിന്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് അല്ലെ സിൻഡ്രോമിനെ കുറിച്ച്. ഗാർഡ്നർ സിൻഡ്രോം ആണോ? ഗോളിൻ ആൻഡ് ഗോഡ് സിൻഡ്രോം ആണോ? കൗഡൻ സിൻഡ്രോം ആണോ? പ്യൂട്സ് ജെഗർ സിൻഡ്രോം ആണോ? ഇതിന്റെ ആൻസർ ഏതാണ്? ഗോളിൻ ആൻഡ് ഗോഡ് സിൻഡ്രോം അല്ലെങ്കിൽ നീവോയിഡ് ബേസൽ സെൽ കാർസിനോമ സിൻഡ്രോം. മൾട്ടിപ്പിൾ ബേസൽ സെൽ കാർസിനോമ, പാമർ പ്ലാന്റർ കെരാറ്റോസിസ്, കാൽസിഫിക്കേഷൻ ഓഫ് ആക്സ് സെറിബ്രൈ, ഡെന്റലിലാണെങ്കിൽ മൾട്ടിപ്പിൾ OKC, മൾട്ടിപ്പിൾ ഇമ്പാക്റ്റഡ് അല്ലെങ്കിൽ അൺഇറപ്റ്റഡ് ടൂത്ത് ഒക്കെ കാണുന്ന സിൻഡ്രോമാണ് ഗോളിൻ ആൻഡ് ഗോഡ് സിൻഡ്രോം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിൻഡ്രോമാണ്. അതിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾ പഠിച്ചിരിക്കുക. സോ the genetic syndrome associated with multiple basal cell carcinoma എന്താണ്? അത് ഗോളിൻ സിൻഡ്രോം അല്ലെങ്കിൽ ഗോളിൻ ആൻഡ് ഗോഡ് സിൻഡ്രോം അല്ലെങ്കിൽ നീവോയിഡ് ബേസൽ സെൽ കാർസിനോമ സിൻഡ്രോം. ഓക്കെ, കൗഡൻ സിൻഡ്രോം എന്തായിരുന്നു? ക്യൂട്ടേനിയസ് മാർക്കർ ഓഫ് ബ്രസ്റ്റ് കാർസിനോമ. ഗാർഡ്നർ സിൻഡ്രോം എന്താണ്? മൾട്ടിപ്പിൾ ഓസ്റ്റിയോമാസ് കാണുന്ന സിൻഡ്രോം. പ്യൂട്സ് ജെഗർ സിൻഡ്രോം എന്താണ്? മൾട്ടിപ്പിൾ ഇൻറ്റസ്റ്റൈനൽ പോളിപ്പോസിസ് കാണുന്ന സിൻഡ്രോം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ട്യൂമർ മെഷറിംഗ് 3 cm in greatest dimension without nodal involvement is staged as. അപ്പൊ TNM സ്റ്റേജിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. TNM സ്റ്റേജിങ് നിങ്ങൾ തന്നെ പഠിക്കുക വഴിയുള്ളൂ. ഞാൻ പറയും തോറും നിങ്ങൾ കൺഫ്യൂഷൻ കൂടുകയുള്ളൂ. അപ്പൊ TNM സ്റ്റേജിങ്ങിന്റെ ടേബിൾ നന്നായിട്ട് പഠിക്കുക. ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ടി എന്ന് പറഞ്ഞാൽ ട്യൂമർ സൈസ് ഗ്രേറ്റർ ദാൻ 3 cm. നോഡൽ ഇൻവോൾവ്മെന്റ് ഇല്ല, അതായത് N0 ആണെങ്കിൽ T ഗ്രേറ്റർ ദാൻ 3 cm ആണെങ്കിൽ എന്താണ്? T2N0. സോ ദി ആൻസർ ഈസ് T2N0. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് TNMന്റെ എക്സ്പാൻഷൻസ് ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ. TX എന്ന് വെച്ചാൽ എന്താണ്? നോട്ട് അസസ് ട്യൂമർ, നോട്ട് അസസ് T0, നോ എവിഡൻസ് ഓഫ് പ്രൈമറി ട്യൂമർ. TIS എന്ന് വെച്ചാൽ കാർസിനോമ ഇൻ സിറ്റു. T1 ഗ്രേറ്റർ ദാൻ 2 cm, T2 2 to 4 cm. അപ്പൊ ഇവിടെ T2 ആണ് അല്ലേ? നമ്മൾ ഗ്രേറ്റർ ദാൻ 3 cm എന്നാണ് പറഞ്ഞത്. സോ അത് T2. T3 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 4 cm. T4 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 4 cm വിത്ത് ഇൻവോൾവ്മെന്റ് ഓഫ് ടെർഗോയിഡ് മസിൽ ബേസ് ഓഫ് ദി സ്കിൻ. ഒക്കെ ഇത് ഷെയ്ഫറിലുള്ള TNM ടേബിൾ നിങ്ങൾ പഠിക്കുക കേട്ടോ. MX എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ TNM. N എന്താണ്? നോഡൽ മെറ്റ്സ് അല്ലെങ്കിൽ നോഡൽ മെറ്റ്സ് ആണ് നമ്മൾ N കൊണ്ട് ഉദ്ദേശിക്കുന്നത്. NX എന്ന് വെച്ചാൽ ഇറ്റ് കാനോട്ട് ബി അസസ്ഡ്. N0 നോ ക്ലിനിക്കൽ പോസിറ്റീവ് നോട്ട്സ്. N1 സിംഗിൾ ഇപ്സിലാറ്ററൽ ലെസ് ദാൻ 3 cm. N2A സിംഗിൾ ഇപ്സിലാറ്ററൽ 3 to 6 cm. N2B മൾട്ടിപ്പിൾ ഇപ്സിലാറ്ററൽ ലെസ് ദാൻ 6 cm. N3A single or multiple ipsilateral nodes 1 more than 6 cm. N3B bilateral, N3C contralateral. ഇനി M എന്താണ്? മെറ്റ്സ് അല്ലെ ഡിസ്റ്റന്റ് മെറ്റാസ്റ്റാസിസ്. MX എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റാസ്റ്റാസിസ് നോട്ട് അസസ്ഡ്. M0 നോ എവിഡൻസ് ഓഫ് മെറ്റാസ്റ്റാസിസ്. M1 ഡിസ്റ്റന്റ് മെറ്റാസ്റ്റാസിസ്.
പ്രസന്റ്. ഇപ്പൊ TNM സ്റ്റേജിങ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടില്ല, നിങ്ങൾ പിന്നെ കൺഫ്യൂസ്ഡ് ആവത്തേ ഉള്ളൂ. നിങ്ങൾ തന്നെ അത് പഠിക്കാൻ എന്തെങ്കിലും ഒരു കണ്ടുപിടിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രസൻസ് ഓഫ് ഡിസ്റ്റന്റ് മെറ്റാസ്റ്റാസിസ് ക്ലാസിഫൈഡ് ദ ട്യൂമർ ആസ് M0, M1, N1, N2. ആൻസർ ഈസ് M1. ഡിസ്റ്റന്റ് മെറ്റാസ്റ്റാസിസ് ഉണ്ടെങ്കിൽ നമ്മൾ M1 എന്ന് അസൈൻ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദി ഹോൾമാർക്ക് ഹിസ്റ്റോളജിക്കൽ ഫീച്ചർ ഓഫ് വെൽ ഡിഫറൻഷിയേറ്റഡ് ഓറൽ സ്ക്വാമസ് സെൽ കാർസിനോമ? നമ്മൾ പറഞ്ഞു, ഈ വെൽ ഡിഫറൻസിയേഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് ഇത് ഹൗ മച്ച് ഇറ്റ് ഈസ് ടുവേർഡ് ദി നോർമൽ സെൽസ്. നോർമൽ സെല്ലുമായിട്ട് എത്രയും കമ്പയറബിൾ ആണോ, അത് നോർമൽ സെൽസ് പോലെ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ, ട്യൂമർ സെൽസ് ഏത് സെല്ലിൽ നിന്നാണോ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ആ സെൽസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എല്ലാം റീറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് അല്ലെങ്കിൽ അത് ഓൾമോസ്റ്റ് സിമിലർ ടു സെൽ ഓഫ് ഒറിജിൻ ആണെങ്കിൽ നമ്മൾ അതിനെ വെൽ ഡിഫറൻഷിയേറ്റഡ് ട്യൂമർസ് എന്ന് പറയും. ഇനി ട്യൂമർ സെൽസ് സെൽ ഓഫ് ഒറിജിനും ഫാർ അപ്പാർട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു ക്യാരക്ടേഴ്സ് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, അത് വേറെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ അനാപ്ലാസ്റ്റിക് അല്ലെങ്കിൽ പുവർലി ഡിഫറൻഷിയേറ്റഡ് കാർസിനോമ അല്ലെങ്കിൽ poorly differentiated tumor എന്ന് പറയും. So which of the following is a hallmark histological feature of well differentiated squamous cell carcinoma? അപ്പോൾ ഒരു സ്ക്വാമസ് സെൽസിന്റെ ഫുള്ളി ഡിഫറൻഷിയേറ്റഡ് ഫോമിൽ എന്താണ് സംഭവിക്കുന്നത്? കെരാറ്റിൻ ഫോർമേഷൻ അല്ലേ? അതിന്റെ ഫങ്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് എന്താ, ഡെവലപ്മെന്റ് ടുവേർഡ്സ് മെച്യൂരിറ്റി എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻ എന്താണ്? ഒരു സ്ക്വാമസ് സെൽസിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ടു പ്രൊഡ്യൂസ് കെരാറ്റിൻ എന്നാണ്. അപ്പൊ കെരാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പാകമായ അല്ലെങ്കിൽ ഒരു കെരാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്താലാണ് നമ്മൾ അതിനെ ഫുള്ളി ഡിഫറൻഷിയേറ്റഡ് സ്ക്വാമസ് സെൽസ് എന്ന് പറയുന്നത്. സോ ദി ഹാൾമാർക്ക് ഹിസ്റ്റോളജിക്കൽ ഫീച്ചർ ഓഫ് വെൽ ഡിഫറൻഷിയേറ്റഡ് കാർസിനോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ ഫുള്ളി ഡെവലപ്ഡ് സെല്ലുമായിട്ട് എത്രമാത്രം സിമിലർ ആണ്. സോ ദി ആൻസർ ഈസ് കെരാറ്റിൻ പേൾ ഫോർമേഷൻ. കെരാറ്റിൻ പേൾസ്, കെരാറ്റിൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ ഒരു സ്ക്വാമസ് സെൽസിന്റെ അൾട്ടിമേറ്റ് ഫങ്ഷൻ. അതാണ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ആ ട്യൂമർ ഒരു വെൽ ഡിഫറൻഷിയേറ്റഡ് ട്യൂമർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രസൻസ് ഓഫ് ഇന്റർസെല്ലുലാർ ബ്രിഡ്ജസ് ഓഫ് ട്യൂമർ സെൽസ് ഇൻഡിക്കേറ്റ്. ഇന്റർസെല്ലുലാർ ബ്രിഡ്ജുള്ള സെൽസ് എന്താണ്? ഇറ്റ് ഇസ് എപ്പിത്തീലിയൽ സെൽസ് അല്ലെങ്കിൽ എപ്പിഡെർമൽ സെൽസ് അല്ലെങ്കിൽ സ്ക്വാമസ് സെൽസിലാണ് നമ്മൾ ഇന്റർസെല്ലുലാർ ബ്രിഡ്ജ് കാണുന്നത്. കണക്റ്റീവ് ടിഷ്യൂ സെൽസിൽ ഒരിക്കലും ഇന്റർസെല്ലുലാർ ബ്രിഡ്ജ് കാണത്തില്ല. അപ്പോൾ ഇന്റർസെല്ലുലാർ ബ്രിഡ്ജ് ഉള്ള ട്യൂമർ സെൽസിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഷോസ് സ്ക്വാമസ് ഡിഫറൻസിയേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പുവർലി ഡിഫറൻഷിയേറ്റഡ് ഓറൽ സ്ക്വാമസ് സെൽ കാർസിനോമ ടിപ്പിക്കലി ഷോസ്. പുവർലി ഡിഫറൻഷിയേറ്റഡ് എന്ന് പറഞ്ഞാൽ ട്യൂമർ സെൽസിന് സെൽ ഓഫ് ഒറിജിൻ അല്ലെങ്കിൽ നമ്മുടെ സ്ക്വാമസ് എപ്പിത്തീലിയത്തിന്റെ ഒരു ഫീച്ചേഴ്സും ഉണ്ടാവാൻ പാടില്ല. അപ്പോഴാണ് നമ്മൾ അതിനെ പുവർലി ഡിഫറൻഷിയേറ്റഡ് സ്ക്വാമസ് സെൽ കാർസിനോമ എന്ന് പറയുന്നത്. പ്രൊമിനന്റ് കെരാറ്റിൻ പേൾസ് അല്ല. കെരാറ്റിൻ പേൾസ് വന്നാൽ ഇറ്റ്സ് മോർ ടുവേർഡ്സ് ഡിഫറൻഷിയേഷൻ ആണ് അല്ലേ? അപ്പൊ അതൊരു വെൽ ഡിഫറൻഷിയേറ്റഡ് ട്യൂമറിന്റെ ഫീച്ചറാണ്. മിനിമൽ കെരാറ്റിനൈസേഷൻ ആൻഡ് ഹൈ മൈറ്റോട്ടിക് റേറ്റ്, അതാണ്. അടുത്ത ഓപ്ഷൻ നോക്കാം. വെൽ ഓർഗനൈസ്ഡ് എപ്പിത്തീലിയൽ സ്ട്രാറ്റിഫിക്കേഷൻ. അത് വെൽ ഓർഗനൈസ്ഡ് എപ്പിത്തീലിയൽ സ്ട്രാറ്റിഫിക്കേഷൻ നടന്നാൽ ഇറ്റ് ഇസ് വെൽ ഡിഫറൻഷിയേറ്റഡ്. ന്യൂമറസ് ഗ്ലാൻഡ് ലൈക്ക് സ്ട്രക്ചർ. അതൊരു സ്ക്വാമസ് സെൽ കാർസിനോമയുടെ ഫീച്ചറേ അല്ല അല്ലേ? അത് അഡിനോ കാർസിനോമയുടെ ഫീച്ചർ അല്ലെങ്കിൽ അഡിനോമയുടെ ഫീച്ചറാണ്. സോ ദി ആൻസർ ഈസ് മിനിമൽ കെരാറ്റിനൈസേഷൻ ആൻഡ് ഹൈ മൈറ്റോട്ടിക് റേറ്റ്. മിനിമൽ കെരാറ്റിനൈസേഷനും ഹൈ മൈറ്റോട്ടിക് റേറ്റ് ഒന്നും ഒരു നോർമൽ എപ്പിത്തീലിയത്തിൽ കാണില്ല. സോ ഇറ്റ് ഇസ് ഫാർ അവേ ഫ്രം ദി നോർമൽ എപ്പിത്തീലിയം. സോ ദാറ്റ് ഈസ് പുവർലി ഡിഫറൻഷിയേറ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ. അതിന് പിന്നെ നമുക്ക് ഓറൽ സ്ക്വാമസ് സെൽ കാർസിനോമയുടെ ഡിഫറൻസിയേഷൻ നോക്കാം. വെൽ ഡിഫറൻഷിയേറ്റഡ്, മോഡറേറ്റ്ലി ഡിഫറൻഷിയേറ്റഡ് ആൻഡ് പുവർലി ഡിഫറൻഷിയേറ്റഡ് എന്നുള്ള ഒരു ഹിസ്റ്റോളജിക്കൽ ഗ്രേഡിംഗ് സിസ്റ്റമാണ് നമ്മൾ അതിന് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഗ്രേഡിംഗ് സിസ്റ്റംസ് ഉണ്ട്, എന്നാലും മോസ്റ്റ് വൈഡ്ലി അക്സെപ്റ്റഡ് ഗ്രേഡിംഗ് സിസ്റ്റം, ബ്രോഡസ്റ്റ് ഗ്രേഡിംഗ് സിസ്റ്റം ആണ് വെൽ ഡിഫറൻഷിയേറ്റഡ്, മോഡറേറ്റ്ലി ഡിഫറൻഷിയേറ്റഡ് ആൻഡ് പുവർലി ഡിഫറൻഷിയേറ്റഡ്. ഇതിനകത്ത് വെൽ ഡിഫറൻഷിയേറ്റഡിൽ നമുക്ക് ന്യൂമറസ് കെരാറ്റിൻ പേൾസ് അല്ലെങ്കിൽ ഫോർമേഷൻ കാണാൻ പറ്റും. ആൻഡ് പുവർലി ഡിഫറൻഷിയേറ്റഡിലേക്ക് വരുമ്പോൾ മോർ ഓഫ് അനാപ്ലാസ്റ്റിക് സെൽസ് ആണ് നമ്മൾ കാണുന്നത്. സിംഗിൾ സെൽ ഇൻഫിൽട്രേഷൻ ആയിരിക്കും കാണുന്നത്. നമ്മുടെ കെരാറ്റിൻ പേൾസ് ഓൾമോസ്റ്റ് ആബ്സെന്റ് ആയിരിക്കും. മോഡറേറ്റ്ലി ഡിഫറൻഷിയേറ്റഡ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു. അവിടെ കെരാറ്റിൻ പേൾസ് ഒക്കെ കാണും, പക്ഷെ നമ്പർ ഓഫ് കെരാറ്റിൻ പേൾസ് ഒക്കെ കുറവായിരിക്കും. ഓക്കെ, പുവർലി ഡിഫറൻഷിയേറ്റഡിന് പുവർ പ്രോഗ്നോസിസ് ആണ് എന്നൊരു സ്കൂൾ ഓഫ് തോട്ടും കൂടി ഉണ്ട്, പക്ഷെ അത് കറക്റ്റ് ആണെന്ന് അംഗീകരിക്കുന്നവർ ഇപ്പൊ കുറവാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വെർക്കസ് കാർസിനോമ ഇസ് എ വേരിയന്റ് ഓഫ്. വെർക്കസ് കാർസിനോമ എന്തിന്റെ വേരിയന്റ് ആണ്? നമ്മുടെ സ്ക്വാമസ് സെൽ കാർസിനോമയുടെ അല്ലേ? സ്ക്വാമസ് സെൽ കാർസിനോമയുടെ വേരിയന്റ് ആയിട്ടാണ് വെർക്കസ് കാർസിനോമയെ കൺസിഡർ ചെയ്യുന്നത്.
ആൻഡ് വെർക്കസ് കാർസിനോമയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ അതിന്റെ ഹിസ്റ്റോളജിക്കൽ ഫീച്ചർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് വെർക്കസ് കാർസിനോമയും വെർക്കസ് ഹൈപ്പർപ്ലാസിയയും എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെർക്കസ് കാർസിനോമ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ എപ്പിത്തീലിയം, ഒരു നോർമൽ എപ്പിത്തീലിയത്തിന്റെ ലെവൽ ഇതാണെന്ന് വയ്ക്കുക. അപ്പം കൂടുതലും എൻഡോഫൈറ്റിക് ഗ്രോത്ത് കാണിക്കുന്ന ഒരു ട്യൂമറാണ്. എൻഡോഫൈറ്റിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ കണക്റ്റീവ് ടിഷ്യൂയിലേക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവും. അതിനാണ് നമ്മൾ എൻഡോഫൈറ്റിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. സർഫസിലേക്കാണ് ഗ്രോത്ത് കൂടുന്നതെങ്കിൽ നമ്മളതിനെ എക്സോഫൈറ്റിക് ഗ്രോത്ത് എന്ന് പറയും. അതായത് പുഷിംഗ് ബോർഡർ ആയിരിക്കും വെർക്കസ് കാർസിനോമയ്ക്ക്. എൻഡോഫൈറ്റിക് കമ്പോണന്റ് കൂടുതലായിരിക്കും ആൻഡ് എറ്റിപ്പിയ കുറവായിരിക്കും കമ്പയർഡ് ടു അതർ OPMDs അല്ലെങ്കിൽ വെർക്കസ് ഹൈപ്പർപ്ലാസിയ കമ്പയർ ചെയ്യുമ്പോൾ സെല്ലുലാർ എറ്റിപ്പിയ കുറവായിരിക്കും. പക്ഷേ ഇറ്റ്സ് എ കാർസിനോമ. And we can see para-keratin plugging in the cleft of surface cleft. അതായത് സർഫസിൽ ഉണ്ടാവുന്ന എക്സോഫൈറ്റിക് കോമ്പണൻസും ഉണ്ടല്ലോ, അതിനിടയ്ക്കൂടെ ക്ലെഫ്റ്റുകൾ ഉണ്ടാവും, കണ്ടോ, കുഴി പോലത്തെ. അതെല്ലാം പാരാകെരാറ്റിൻ വന്ന് പ്ലഗ് ചെയ്തിട്ടുണ്ടാവും. അതും വെർക്കസ് കാർസിനോമയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫൈൻഡിങ് ആണ്. ഇനി ഹൗ ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വെർക്കസ് കാർസിനോമ ആൻഡ് വെർക്കസ് ഹൈപ്പർപ്ലാസിയ. വെർക്കസ് ഹൈപ്പർപ്ലാസിയ വി ക്യാൻ സി എന്താണ് ലോട്ട് ഓഫ് എറ്റിപ്പിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട് ആൻഡ് എൻഡോഫൈറ്റിക് കോമ്പണന്റ് കുറവായിരിക്കും. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ബേസ്മെന്റ് മെംബ്രെയിനിന്റെ താഴേക്ക് ഒരുപാട് ഗ്രോത്ത് ഇല്ല. നമ്മുടെ ഒരു ലെവൽ കഴിഞ്ഞാൽ ഒരു പാപ്പിലറി ഡെർമിസിന് താഴേക്ക് റീറ്റെപെക്സിന് പ്രോളിഫറേറ്റ് ചെയ്യുന്നില്ല. അതായത് എൻഡോഫൈറ്റിക് ഗ്രോത്ത് കുറവായിരിക്കും, കൂടുതലും എക്സോഫൈറ്റിക് ഗ്രോത്ത് ആയിരിക്കും. പാരാകെരാറ്റിൻ പ്ലഗിങ് ഒന്നും ഉണ്ടാവില്ല. ആൻഡ് വി ക്യാൻ സി മൾട്ടിപ്പിൾ എറ്റിപ്പിക്കൽ ഫീച്ചേഴ്സ് ഇൻ വെർക്കസ് ഹൈപ്പർപ്ലാസിയ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഹിസ്റ്റോപത്തോളജിക്കൽ ഫീച്ചർ ഓഫ് വെർക്കസ് കാർസിനോമ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ എന്തൊക്കെയാണ്. അപ്പോൾ ഇതിനകത്തെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഡീപ്പ് ഇൻഫിൽട്രേഷൻ വിത്ത് മാർക്ഡ് സെല്ലുലാർ എറ്റിപ്പിയ, broad pushing reader ridges with minimal cytological atypia, presence of keratin pearl with severe dysplasia, glandular differentiation. അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്രോഡ് പുഷിംഗ് റീറ്ററിക്സ്, അതായത് എൻഡോഫൈറ്റിക് കമ്പോണന്റ് കൂടുതലാണ് വിത്ത് മിനിമൽ സൈറ്റോളജിക്കൽ എറ്റിപ്പിയ. ദാറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഹിസ്റ്റോപത്തോളജിക്കൽ ഫീച്ചർ ഓഫ് വെർക്കസ് കാർസിനോമ. അടുത്ത ക്വസ്റ്റ്യൻ, വെർക്കസ് ഹൈപ്പർപ്ലാസിയ ഇസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ്. നമ്മൾ വെർക്കസ് ഹൈപ്പർപ്ലാസിയ ഡിസ്കസ് ചെയ്തല്ലേ. benign lesion, pre-malignant lesion, malignant tumor, infectious lesion. The answer is a pre-malignant lesion. Cellular atypia ഉള്ള lesion ആണല്ലേ. So it's a pre-malignant lesion. അടുത്ത question, which habit is most commonly associated with വെർക്കസ് ഹൈപ്പർപ്ലാസിയ. വെർക്കസ് ഹൈപ്പർപ്ലാസിയ ഒരു പ്രീ മാലിഗ്നന്റ് ലീഷനാണ്, അതുകൊണ്ട് തന്നെ ടുബാക്കോ ചോയിങ്ങുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു ലീഷനാണ് അല്ലേ. സോ ദി ആൻസർ ഈസ് ടുബാക്കോ ചോയിങ്. അൾട്രാ വയലറ്റ് റേഡിയേഷൻ എക്സ്പോഷർ വരുമ്പോൾ ഉണ്ടാവുന്ന ക്യാൻസർ ഏതാണ്? ഇറ്റ് ഈസ് ബേസൽ സെൽ കാർസിനോമ. കെരാട്ടോ എക്കാന്തമയും ഒരു പരിധി വരെ സൺലൈറ്റ് എക്സ്പോഷർ കൊണ്ട് ഉണ്ടാവുന്നതാണ് കേട്ടോ. മെയിൻ ആയിട്ടും ബേസൽ സെൽ കാർസിനോമ. ബേസൽ സെൽ കാർസിനോമയുടെ മെയിൻ ഇറ്റിയോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത് തന്നെ അൾട്രാ വയലറ്റ് റേഡിയേഷൻ എക്സ്പോഷർ ആണ്. ഓക്കെ, spindle cell carcinoma typically shows. Spindle cell carcinoma എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേരിയന്റ് ഓഫ് സ്ക്വാമസ് സെൽ കാർസിനോമ. അതിന്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. വെൽ ഡിഫറൻഷിയേറ്റഡ് കെരാറ്റിൻ പോൾസ്, ബോത്ത് കാർസിനോമാറ്റസ് ആൻഡ് സാർക്കോമാറ്റസ് കമ്പോണന്റ്, പ്യൂർലി എപ്പിത്തീലിയൽ ഫീച്ചേഴ്സ്, പ്യൂർലി മീസെൻകൈമൽ ഫീച്ചേഴ്സ്. പ്യൂർലി എപ്പിത്തീലിയൽ ഫീച്ചർ അല്ല, പ്യൂർലി മീസെൻകൈമൽ ഫീച്ചേഴ്സും അല്ല. വെൽ ഡിഫറൻഷിയേറ്റഡ് അല്ല, ഇറ്റ് ഇസ് ആക്ച്വലി പൂർലി ഡിഫറൻഷിയേറ്റഡ് ക്യാൻസർ. Even if the spindle cell carcinoma is a variant of squamous cell carcinoma, we can see multiple spindle cells. Actually spindle cells എന്ന് പറയുന്നത് കണക്റ്റീവ് ടിഷ്യൂ സെൽസിന്റെ ഒരു ഫീച്ചർ ആണ്. കണക്റ്റീവ് ടിഷ്യൂ സെൽസ് ആണ് യൂഷ്വലി സ്പിൻഡിൽ ഷേപ്പിൽ കാണുന്നത്. നമ്മൾ പറഞ്ഞു എപ്പിത്തീലിയൽ സെൽസ് എപ്പോഴും പോളിഗണൽ സെൽസ് അല്ലെങ്കിൽ അവർ ഇന്റർ സെല്ലുലാർ ബ്രിഡ്ജസ് ഉള്ള സെൽസ് ആണ്. കണക്റ്റീവ് ടിഷ്യൂ സെൽസിന് ഇന്റർ സെല്ലുലാർ ബ്രിഡ്ജ് ആബ്സെന്റ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സ്പിൻഡിൽ ഷേപ്ഡ് മോർഫോളജിയാണ്. അപ്പൊ ആക്ച്വലി എന്താണ് ഈ സ്പിൻഡിൽ സെൽ കാർസിനോമയിൽ സംഭവിക്കുന്നത്? ബേസിക്കലി ഇതൊരു കാർസിനോമയാണ്, ഒരു കണക്റ്റീവ് ടിഷ്യൂ മാലിഗ്നന്റ് ട്യൂമർ ആണ്. നമ്മൾ അതിനെ സാർക്കോമ എന്നല്ലേ വിളിക്കുന്നത്. ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് എ സാർക്കോമ, ഇറ്റ്സ് എ കാർസിനോമ, ബട്ട് ഇറ്റ് ഷോസ് both features of carcinoma and sarcoma. The sarcomatous component എന്ന് പറയുന്നത് ഈ സ്പിൻഡിൽ സെൽസിന്റെ പ്രൊളിഫറേഷനെയാണ് കേട്ടോ. നമ്മൾ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ എപ്പിത്തീലിയൽ മീസെൻകൈമൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനനാണ് നടക്കുന്നത്. അതായത് എപ്പിത്തീലിയൽ സെൽസ് മീസെൻകൈമൽ സെൽസിന്റെ ഫീച്ചേഴ്സ് അറ്റൈൻ ചെയ്തിട്ട് അവർ മീസെൻകൈമൽ സെൽസ് പോലെ ട്രാൻസ്ഫോം ആയി. ഇതിനാണ് നമ്മൾ എപ്പിത്തീലിയൽ മീസെൻകൈമൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്, എപ്പിത്തീലിയൽ മീസെൻകൈമൽ ട്രാൻസിഷൻ. അതാണ് നമ്മുടെ സ്പിൻഡിൽ സെൽ കാർസിനോമയിൽ നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പയർഡ് ടു കൺവെൻഷണൽ സ്ക്വാമസ് സെൽ കാർസിനോമ, സ്പിൻഡിൽ സെൽ കാർസിനോമ ജനറലി ഹാസ് better prognosis, similar prognosis, most aggressive behavior and poor prognosis, no meds. Answer is
more aggressive behavior and poorer prognosis. സ്പിൻഡിൽ സെൽ കാർസിനോമയ്ക്ക് മാത്രമല്ല എല്ലാ സ്പിൻഡിൽ സെൽ ലീഷൻസിനും പല സ്പിൻഡിൽ സെൽ ലീഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ മാലിഗ്നന്റ് മെലനോമയെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പിൻഡിൽ സെൽ ലീഷനായിട്ട് കാണാം. ഫൈബ്രോസാർക്കോമ, ഇതൊക്കെ പുവർ പ്രോഗ്നോസിസ് ഉള്ള ലീഷൻസ് ആണ്. യൂഷ്വലി സ്പിൻഡിൽ സെൽ ലീഷൻസിന് പുവർ പ്രോഗ്നോസിസ് ആണ്. സ്പിൻഡിൽ സെൽ ലീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്പിൻഡിൽ ഷേപ്പ് ആയിട്ടുള്ള സെൽസ് പ്രോളിഫറേറ്റ് ചെയ്യുന്ന ലീഷൻസിനെയാണ് നമ്മൾ സ്പിൻഡിൽ സെൽ ലീഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്പിൻഡിൽ സെൽ കമ്പോണന്റ് ഓഫ് സ്പിൻഡിൽ സെൽ കാർസിനോമ ഇസ് ബിലീവ് ടു അറൈസ് ബൈ, നമ്മൾ പറഞ്ഞു സ്പിൻഡിൽ സെൽ മോർഫോളജി ഉള്ളത് യൂഷ്വലി കണക്റ്റീവ് ടിഷ്യൂ സെൽസിലാണ്. പക്ഷേ ഈ സ്പിൻഡിൽ സെൽ കാർസിനോമ ഒരു എപ്പിത്തീലിയൽ സെൽ ഒറിജിനുള്ള ട്യൂമറാണ്. അങ്ങനെയാണെങ്കിൽ ആ സ്പിൻഡിൽ സെൽ കമ്പോണന്റ് എങ്ങനെ വന്നു? അത് ഇറ്റ് ഇസ് ബൈ എപ്പിത്തീലിയൽ മീസെൻകൈമൽ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ട്രാൻസിഷൻ. എപ്പിത്തീലിയൽ മീസെൻകൈമൽ ട്രാൻസിഷൻ എന്നുള്ള പ്രോസസ്സ് വഴിയാണ് ഈ സ്പിൻഡിൽ സെൽസ് സ്ക്വാമസ് സെൽസ് എന്ന് ഉണ്ടാവുന്നതെന്നാണ് ഒരു സ്കൂൾ ഓഫ് തോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, മാലിഗ്നന്റ് മെലനോമ അറൈസസ് ഫ്രം. മാലിഗ്നന്റ് മെലനോമ ഇസ് ദി മോസ്റ്റ് ഫിയേർഡ് മാലിഗ്നന്റ് ട്യൂമർ ആണല്ലേ. ആ മാലിഗ്നന്റ് മെലനോമയുടെ സെൽ ഓഫ് ഒറിജിൻ എന്താണ്? മെലനോസൈറ്റ്സ്. ഇത് വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഞാനത് ഡിസ്കസ് ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് ഓറൽ മാലിഗ്നന്റ് മെലനോമ. ഓറൽ മാലിഗ്നന്റ് മെലനോമയുടെ മോസ്റ്റ് കോമൺ സൈറ്റ് ഏതാണ്? ബക്കൽ മ്യൂക്കോസയാണോ, പാലറ്റ് ആണോ, ടങ് ആണോ, ഫ്ലോർ ഓഫ് ദി മൗത്ത് ആണോ? ആൻസർ എന്താണ്? ഇറ്റ് ഈസ് പാലറ്റ് ആൻഡ് മാക്സിലറി ജിഞ്ചൈവ. അടുത്ത ക്വസ്റ്റ്യൻ, prognosis of oral melanoma ആണ് കേട്ടോ. What is the prognosis of oral malignant melanoma? Options are excellent, poor, same as cutaneous melanoma, not influenced by the tumor thickness. Actually it is poor compared to cutaneous melanoma. Cutaneous melanoma ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ oral malignant melanoma prognosis is poor. Okay. അടുത്ത ക്വസ്റ്റ്യൻ, ABCD ക്രൈറ്റീരിയ ഫോർ ക്യൂട്ടേനിയസ് മെലനോമ സ്ക്രീനിങ് സ്റ്റാൻഡ് ഫോർ. ആക്ച്വലി ABCD ക്രൈറ്റീരിയ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അതായത് ഒരു നീവസ് മാലിഗ്നന്റ് മെലനോമയായിട്ട് ട്രാൻസ്ഫോം ചെയ്തോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ ആണ് ABCD ക്രൈറ്റീരിയ. അതിനകത്ത് A സ്റ്റാൻഡ് ഫോർ എസിമെട്രി, B സ്റ്റാൻഡ് ഫോർ ബോർഡർ ഇറഗുലാരിറ്റി, C സ്റ്റാൻഡ് ഫോർ കളർ ചേഞ്ചസ്, D stand for diameter greater than 6 mm, E stand for evolution അല്ലെങ്കിൽ elevation. So the answer is A. The ABCD rule നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. A for asymmetry, B for borders, C for color changes, D for diameter greater than 6 mm, E for evolving അല്ലെങ്കിൽ elevation of the skin. Okay. So ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ എപ്പിത്തീലിയൽ ട്യൂമേഴ്സിന്റെ ചാപ്റ്ററിൽ ഇട്ടത്. അപ്പം ഇതൊന്നെല്ലാം ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡിസ്കസ് ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ബാക്കി പഠിക്കാം. താങ്ക് യു.